മഹാനായ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിനൊരു മകനുണ്ടായിരുന്നു. വാപ്പയ്ക്ക് വല്ലാത്ത സ്നേഹമാണ്. എവിടെ പോയാലും വാപ്പയും മകനുമാണ് നടക്കുന്നത്. പൊന്നുമോനോട് വല്ലാത്ത സ്നേഹം. പടച്ചവനെ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ യാത്രയ്ക്ക് വേണ്ടി വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഉമ്മു സുലൈമിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നു, മോളെ എന്റെ പൊന്നുമോനെ പൊന്നുപോലെ നോക്ക്. ഭാര്യയുടെ കയ്യിൽ പിടിച്ച് ഭർത്താവ് തന്റെ പൊന്നാര മകനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അവിടെ നിന്ന് വീട്ടിൽ നിന്ന് പുറത്തു പോവുകയാണ്. പൊന്നുമോന് പനി പിടിക്കുകയാണ്. എന്തു മരുന്ന് കടിച്ചിട്ടും പനി മാറുന്നില്ല. എന്ത് മരുന്ന് കടിച്ചിട്ടും പനി മാറുന്നില്ല. രോഗം ഇങ്ങനെ കൂടുകയാണ്. ഭർത്താവ് നാട്ടിലില്ല. പടച്ചവനെ രോഗം കൂടിക്കൂടി തന്റെ പൊന്നാര മകനങ്ങ് മരണപ്പെട്ടു പോയി. സുബ്ഹാനല്ലാഹ്. ഒറ്റയ്ക്കാണ് നാട്ടിലുള്ളത്, വീട്ടിലൊറ്റയ്ക്കാണ് ഉള്ളത്. തന്റെ പൊന്നാര മകനങ്ങ് മരണപ്പെട്ടു പോയി. വീടിനകത്തിരുന്ന് കരയുകയാണ്. എന്ത് ചെയ്യണമെന്നറിയില്ല. അവസാനം അല്ലാഹുവിന്റെ പ്രവാചകന്റെ അടുക്കൽ ചോദിച്ചു, നബിയേ യാ റസൂലല്ലാഹ്, എന്റെ പൊന്നുമോ മരിച്ചുപോയി നബിയേ, എന്റെ പൊന്നുമോ മരിച്ചുപോയി നബിയേ, ഞാൻ എന്ത് ചെയ്യണം നബിയേ? റസൂലുള്ളാഹി പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ക്ഷമിക്കൂ, അല്ലാഹുവിന്റെ തീരുമാനമാ. പറ ഉമ്മു സുലൈം അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് പറയുകയാ. ഉമ്മു സുലൈം അൽഹംദുലില്ലാഹ് പറഞ്ഞു, നബിയേ ഭർത്താവ് നാട്ടിലില്ല, എന്ത് ചെയ്യണം? കബറടക്കാൻ പറഞ്ഞു. തന്റെ പൊന്നാര മകനെ കബറടക്കി. പടച്ചവനെ ദിവസങ്ങൾ കഴിഞ്ഞു. ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ രാത്രി കിടക്കുകയാ. ഉറക്കം വരുന്നില്ല. തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ്. ഉറക്കം വരുന്നില്ല. കാരണം എന്തെന്നറിയോ? നാളെ ഭർത്താവ് വീട്ടിൽ വരികയാണ്. തൻ്റെ ഭർത്താവ് മകൻ മരിച്ചതറിഞ്ഞിട്ടില്ല. നാളെ വീട്ടിലേക്ക് വരികയാണ്. എങ്ങനെ പറയും പടച്ചവര്? പൊന്നുമോനെ ഇഷ്ടപ്പെടുന്ന പിതാവാണ്. എന്തു പറയണമെന്ന് ഉമ്മു സുലൈമിന് അറിയില്ല. അങ്ങനെ പടച്ചവനെ നേരം വെളുത്തു. ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ കുളിച്ചു ഒരുങ്ങിയിട്ട് വീടിന്റെ വാതിലിൽ നിൽക്കുകയാ. ഇതാടാ ഭാര്യ. ഇങ്ങനെ വേണം ഭാര്യ. തന്റെ മകൻ മരിച്ചത് മറച്ചു വെച്ചിട്ട് വീട്ടിലേക്ക് കയറി വരുന്ന ഭർത്താവിനോട് മരണവാർത്ത പറഞ്ഞ് സങ്കടപ്പെടുത്തിയില്ല. വീടിന്റെ മുമ്പിൽ ചിരിക്കുന്ന മുഖത്തോടെ നിന്നോ. ഭർത്താവ് വീട്ടിൽ വന്നു, സലാം പറഞ്ഞു, സലാം അടക്കി പുഞ്ചിരിക്കുന്ന മുഖത്തോടെ സ്വീകരിച്ചു. കഴിക്കാ ഭക്ഷണം കൊടുത്തു. ഉമ്മു സുലൈം ചിന്തിച്ചു, റബ്ബേ ഭർത്താവിന് വികാരമുണ്ടാകുമല്ലോ, ആഗ്രഹമുണ്ടാകുമല്ലോ, സാധിപ്പിച്ചു കൊടുക്കേണ്ടത് എന്റെ ബാധ്യതയാണല്ലോ. ചോദിച്ചു, പെണ്ണേ എന്റെ മോനെവിടെ? അവനൊരു സ്ഥലം വരെ പോയിരിക്കുകയാണ്. പടച്ചവനെ അവിടെ നിന്ന് രണ്ടുപേരും കിടപ്പറയിൽ കയറി ശാരീരികമായി ബന്ധപ്പെട്ടു. കുറച്ച് കഴിഞ്ഞപ്പോ ഉമ്മു സുലൈം അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിന്റെ നെഞ്ചിൽ കിടക്കുകയാ. അവിടെന്ന് ചോദിക്കുന്നു, തൽഹ എനിക്കൊരു സംശയമുണ്ട്, എനിക്കൊരു സംശയമുണ്ട്. എന്താണ് പെണ്ണേ നിന്റെ സംശയം? ഉമ്മു സുലൈം ചോദിക്കുകയാണ്. ഒരാൾ അമാനത്തായ ഒരു വസ്തു നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു, തിരിച്ചു ചോദിക്കുമ്പോ കൊടുക്കണോ തൽഹ? ചെറുപ്പക്കാരാ, കെട്ടിയ ദീനുള്ള പെണ്ണിനെ കെട്ടണമെന്ന് പറയുന്നത് ഇതുകൊണ്ടാ. നിബിതങ്ങൾ പറഞ്ഞല്ലോ, തുൻകഹുൽ മർഅതു ലിഅർബഈൻ, 4 കാര്യങ്ങൾ നിബിതങ്ങൾ എണ്ണി പറഞ്ഞല്ലോ. പണമല്ല, സമ്പത്തല്ല, കുടുംബ മഹിമയല്ല, സൗന്ദര്യമല്ല. ഫളുഫറു ബിദാത്തിദ്ദീൻ, ദീനുള്ള പെണ്ണിനെ കെട്ടാൻ പറഞ്ഞത് വെറുതെയല്ല. ഉമ്മു സുലൈം തന്റെ മകൻ മരിച്ചു എന്ന് ചാടിക്കേറി പറഞ്ഞില്ല. തന്റെ ഭർത്താവിനോട് ചോദിച്ചു, അമാനത്തായ ഒരാളൊരു വസ്തു നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു, തിരിച്ചു ചോദിക്കുമ്പോ കൊടുക്കണോ തൽഹ? തൽഹ പറയുന്നു, പെണ്ണേ എന്റെ മന്ദബുദ്ധിയാകുന്നത്, പെണ്ണെ അമാനത്ത് ചെന്നു കഴിഞ്ഞാ തിരിച്ചു ചോദിക്കുമ്പോ കൊടുക്കണമല്ലോ. നിനക്കിതുവരെ അറിയില്ലേ? അബൂ തൽഹയുടെ മറുപടി കേട്ടിട്ട് ഉമ്മു സുലൈം കരയുകയാ.
തന്റെ പ്രിയപ്പെട്ട ഭാര്യ കരയുന്നത് കണ്ടപ്പോ അവിടുന്ന് ചോദിച്ചു, എന്തിനാ നീ കരയുന്നത്? അല്ലാഹു അമാനത്തായി നമ്മളെ ഏൽപ്പിച്ച മകനെ അല്ലാഹു തിരിച്ചു വിളിച്ചു, തൽഹാ നമ്മുടെ പൊന്നുമോ മരിച്ചുപോയി, തൽഹാ. പിടഞ്ഞ് താഴെ വീണടോ. അബൂ തൽഹ തങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. പൊന്നാര മകന്റെ മരണ വാർത്തയാണല്ലോ. പിടഞ്ഞ് താഴെ വീണോ. വല്ലാത്ത സങ്കടമായി. പടച്ചവനെ, ഏറ്റവും വലിയ വിഷമം എന്തെന്നറിയോ? ഇവൾ എന്നോട് പറഞ്ഞില്ലല്ലോ, ഇവള് മറച്ചു വെച്ചല്ലോ, ഇവൾ എനിക്ക് ഭക്ഷണം തന്നോ, ഇവള് കിടപ്പറയിൽ വിളിച്ചു കയറ്റി എൻ്റെ മകൻ മരിച്ചത് ഇവള് പറഞ്ഞില്ലല്ലോ. ഇലാ ഹദറത്തു റസൂലില്ലാ, നബി തങ്ങളുടെ മുമ്പിൽ ചെന്നിട്ട് പറഞ്ഞു, വേണ്ട നബിയേ, ഉമ്മു സുലൈമിനെ എനിക്ക് വേണ്ട. എന്തേ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു നടന്നത് മുഴുവനും പറഞ്ഞു കൊടുത്തു. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, അബൂ തൽഹ, ഇതുപോലെ ഒരു ഭാര്യ നിനക്ക് റബ്ബ് തന്നില്ലേടാ? നിനക്ക് ഇതുപോലെ സ്വാലിഹത്തായ ഒരു ഭാര്യയെ തന്നില്ലേ? ഉമ്മയുടെ വേദനയോളം വലുപ്പം ഏത് വേദനയാ? 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയെന്നുണ്ട്. പ്രസവിച്ച ഉമ്മയ്ക്കുണ്ടാകുന്ന വേദനയെക്കാൾ എന്ത് വേദന ലോകത്താർക്കാടോ? പടച്ചവനെ, എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ക്ഷമിക്ക്, അൽഹംദുലില്ലാ പറ. ഇന്നലെ നിങ്ങൾ ബന്ധപ്പെട്ടതിൽ അല്ലാഹു നിനക്കൊരു മകനെ തരും അബൂ തൽഹ. ഇല്ലാ യളമൽ ജസാ മാ യളമൽ ബലാ. നിങ്ങൾക്ക് അല്ലാഹു ആൺകുഞ്ഞിനെ തരും, ഇതിന് പകരം അല്ലാഹു നിനക്ക് തരും അബൂ തൽഹ. നബി തങ്ങൾ പറഞ്ഞു വിട്ടടോ. ഉമ്മു സുലൈം ഗർഭിണിയായി 9.5 മാസം കഴിഞ്ഞ് പ്രസവിച്ചു. അവിടെ ഒരു ആൺകുഞ്ഞിന് ജന്മം കൊടുത്തു. ഇലാ ഹദറത്തി റസൂലില്ലാ, നബി തങ്ങളുടെ മുമ്പിലേക്ക് തന്റെ പൊന്നാര മകനുമായി ഓടുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, നബി തങ്ങളാണ് പേര് വെച്ചത്. ആ പൊന്നുമോന് പേരിട്ടത് അബ്ദുല്ലാ എന്ന് പേരിട്ടത് അല്ലാഹുവിന്റെ റസൂലാ. മധുരം കൊടുത്തത് നബി തങ്ങളാ. ഈത്തപ്പഴം വായിക്കകത്ത് വെച്ച് ചവച്ചരച്ചിട്ട് റസൂലുള്ളാഹി തന്റെ സറഫാക്കപ്പെട്ട കൈകൊണ്ട് ആ കുഞ്ഞിനെ തിന്നാൻ കൊടുത്തോടോ. അബ്ദുല്ലാ എന്ന് പേരിട്ടു. ഉമ്മ ഒരു അൽഹംദുലില്ലാ പറഞ്ഞതിന് അല്ലാഹു കൊടുത്ത പ്രതിഫലമാണ്. നിങ്ങൾ ചരിത്രം എടുത്തു നോക്ക്. ഈ അബ്ദുല്ലാ ഹാഫിളായി. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ചു. അവിടെ ഹാഫിളായി, പ്രായപൂർത്തിയായി, വിവാഹം കഴിച്ചു, 11 മക്കൾ ജനിച്ചു. 11 മക്കളും ഹാഫിളീങ്ങളായി. ഇതാടോ സന്തോഷമെന്ന് പറയുന്നത്. ഒരു ദുഃഖത്തിന്റെ പുറകിലൊരു സന്തോഷമുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതുപോലെ അവിടെ പടച്ചവനെ റബ്ബൊരു സമ്മാനം കൊടുത്തെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ വഴുത കേൾക്കാമെന്ന വാപ്പാ, ദുഃഖമാണോ പ്രയാസമാണോ? സങ്കടപ്പെടല്ലേ, ആപരാധി പറയല്ലേ, നിരാശ വേണ്ട. അല്ലാഹു നിനക്കൊരു നല്ല കാലം തരും വാപ്പാ. പെങ്ങളെ, നിന്റെ ദുഃഖത്തിനൊരു പരിഹാരമുണ്ട്, നിന്റെ വേദനകൾക്കൊരു പരിഹാരമുണ്ട്. നബി തങ്ങളുടെ മുമ്പിൽ ഒരു സഹാബി വനിത വരികയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അപസ്മാര രോഗമാണ് നബിയേ. എപ്പ എവിടെ വെച്ചാണ് വരുന്നതെന്നറിയില്ല. വായിലൂടെ പതയും നിറയും വരുന്ന രോഗമാണ് അപസ്മാരമെന്ന് പറയുന്നത്. വല്ലാത്ത വേദനയാണ് നബിയേ, സഹിക്കാൻ പറ്റുന്നില്ല നബിയേ, എനിക്ക് വേണ്ടി ദുആ ചെയ്യണം നബിയേ. നബി തങ്ങളുടെ മുമ്പിൽ ഒരു സഹാബി വനിത വന്ന് പറയുമ്പോ നബി തങ്ങൾ പറഞ്ഞു, പെണ്ണേ, ഞാൻ ദുആ ചെയ്താ നിന്റെ രോഗം മാറും. 2 ഓപ്ഷനാണുള്ളത്. ഞാൻ ദുആ ചെയ്താ നിന്റെ രോഗം മാറും. ഈ വേദന നീ സഹിച്ചാൽ അല്ലാഹു അതിന് പകരം നിനക്ക് സ്വർഗം തരും. രോഗം മാറണോ സ്വർഗം വേണോ? യാ റസൂലല്ലാഹ്, വേദന സഹിച്ചാ സ്വർഗം കിട്ടുമോ നബിയേ?
വേദന സഹിച്ച സ്വർഗം കിട്ടുമോ നബിയേ? നബി തങ്ങൾ പറഞ്ഞു, സ്വർഗമുണ്ട്, എങ്കിലെൻ്റെ രോഗം മാറണ്ട, എൻ്റെ രോഗം മാറണ്ട. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുമ്പിൽ നിന്ന് പെണ്ണ് നടന്നു പോയെന്ന് ചരിത്രം പറയുമ്പോ ഒരാളുടെ ഹൃദയത്തിനകത്ത് ഈമാൻ ഉറച്ച അള്ളാഹു കൊടുക്കുന്ന രണ്ടാമത്തെ പ്രതിഫലം അവർക്കൊരിക്കലും നിരാശയില്ല, നഷ്ടപ്പെട്ടതോർത്തിട്ട് അവർക്ക് സങ്കടമില്ല. അതുകൊണ്ട് ലോകത്തിന് സമാധാനമില്ലാതെ ജനങ്ങൾ നെട്ടോട്ടമോടുന്ന കാലവാ. എവിടെ നിന്നാണ് സമാധാനം കിട്ടുന്നത്? എവിടെ നിന്നാണ് സമാധാനം കിട്ടുന്നത്? സന്തോഷമുള്ള ജീവിതം അല്ലാഹുവേ സ്വപ്നം കണ്ട് കഴിയുന്നവരുണ്ടല്ലോ. അല്ലാ, സമാധാനമുള്ള ഒരു ജീവിതം നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഇന്ന് ലോകത്ത് കിട്ടാത്ത ഒരു സാധനം സമാധാനമാ. അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വീടുണ്ട്, കാറുണ്ട്, തിന്നാൻ ഇഷ്ടം പോലെ പൈസ ഉണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, കിട്ടുകൊണ്ട് നടക്കാൻ നല്ല വസ്ത്രമുണ്ട്, ചിരിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ മനസ്സ് നിനക്കല്ലേ അറിയൂ. എല്ലാവരും ചിരിക്കുകയും കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ അവൻ്റെ മനസ്സിനകത്തുള്ളത് എന്താണെന്ന് ഇവിടെ പലരും പറയുക, പടച്ചവനെ മരിച്ചാൽ മതിയല്ല. എന്ത് ജീവിതമല്ല, സന്തോഷമില്ല, സമാധാനമില്ല. അള്ളാഹു നമുക്ക് സമാധാനം നൽകുമാറാകട്ടെ. ഉറക്കപ്പുറ അള്ളാഹു സമാധാനം നൽകുമാറാകട്ടെ. കടയിൽ മേടിക്കാൻ കിട്ടുന്ന സാധനമാണോ? അല്ല. സമാധാനമെന്ന് പറയുന്നത് അള്ളാഹു തരണം. ആ സമാധാനമുള്ള ഒരു ജീവിതം അള്ളാഹു നമുക്ക് തരണം. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ല പറയുകയാ, ഖുർആൻ നിങ്ങൾ എടുത്തു നോക്ക്. അള്ളാഹു പറയുകയാ, ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ആരെങ്കിലും ചെയ്താൽ, അള്ളാഹു പറയുകയാ, ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ആരെങ്കിലും ചെയ്താൽ നിങ്ങൾക്ക് ഈ ദുനിയാവിൽ ഏറ്റവും നല്ല ജീവിതം, രാജാക്കന്മാരെ പോലെ നിങ്ങൾക്ക് ജീവിക്കാം. അല്ല പറയാ, ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ദുനിയാവിൽ രാജകുമാരന്മാരെ പോലെ കോടീശ്വരം, ഏറ്റവും നല്ല സന്തോഷമുള്ള ജീവിതം, ഏറ്റവും നല്ല ജീവിതം, അടിപൊളി ജീവിതം ഞാൻ നിങ്ങൾക്ക് തരാം. ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്താൽ മതി. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹ് എന്താ പറഞ്ഞേ? എടാ, ഈ ലോകത്ത് ഏറ്റവും നല്ല ജീവിതം ആർക്കാ? അല്ല പറയാ, ഞാൻ തരാം. യൂസുഫ് അലി സാഹിബിനൊന്നുമല്ല, അംബാനിമാർക്കൊന്നും അല്ലടോ. അല്ല പറയാ, നിനക്ക് ലോകത്തെ ഏറ്റവും രാജാക്കന്മാരെ പോലെ ജീവിക്കണോ? രാജാക്കന്മാരെ പോലെ നിനക്ക് ജീവിക്കണമെങ്കിൽ ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യം ചെയ്യ്. നിനക്ക് ഈ ദുനിയാവിൽ രാജാക്കന്മാരെ പോലെ ജീവിക്കാം. സന്തോഷം, സമാധാനം, റഹ്മത്ത്, ബറക്കത്ത് എല്ലാം നിനക്ക് ഞാൻ തരാം. ഞാൻ പറയുന്ന ഒരു നന്മ നീ ചെയ്യ്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒരു 3 സ്വലാത്ത് പറഞ്ഞ സ്വല്ലല്ലാഹു അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ല പറയുകയെ, ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ആരെങ്കിലും ചെയ്താൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല ജീവിതം, ഏറ്റവും നല്ല ജീവിതം ഞാൻ തരാം. അള്ളാഹു ആ നന്മ ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. പക്ഷെ അത് ചെയ്യോ? വെടി കൊണ്ടതുപോലെ പറമനുഷ്യന്മാർ ചെയ്യോ? നിനക്ക് വേണമെങ്കിൽ ചെയ്യും, എനിക്കെന്താ? എനിക്ക് വേണമെങ്കിൽ ഞാൻ ചെയ്യും, നിനക്ക് വേണമെങ്കിൽ നീ ചെയ്യും. അല്ല പറയുകയാ, من عمل صالحا من ذكر أو أنثى وهو مؤمن فلنحيينه حياة طيبة. അല്ല പറയുക, നന്മ ചെയ്യടാ ജീവിതത്തിൽ. നിന്നെ കൊണ്ട് കഴിയുമെങ്കിൽ നീ സൽക്കർമ്മങ്ങൾ ചെയ്യ്. ഹയാത്തൻ ത്വയ്യിബ, ഏറ്റവും നല്ല ജീവിതം, ഏറ്റവും നല്ല മനോഹരമായ ജീവിതം ഞാൻ നിനക്ക് തരാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹ് നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പുറം അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. എൻ്റെ സഹോദര, നിനക്ക് എന്താ വേണ്ട? സമ്പത്ത് വേണം. എന്തിനാ ഞാനും നിങ്ങൾ കഷ്ടപ്പെടുന്നേ? ഞാനും നിങ്ങളും രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെടുന്നത് എന്തിനാ? സന്തോഷമുള്ള ഒരു ജീവിതത്തിന് വേണ്ടിയല്ലേ? തൻ്റെ ഭാര്യയും മക്കളും ഒരാളുടെ മുമ്പിലും കൈനീട്ടരുത്, ഇതല്ലേ ആഗ്രഹം? അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹുവേ, എനിക്ക് മരിക്കുന്ന കാലം വരെ ഒരാളുടെ മുമ്പിലും കൈനീട്ടേണ്ട ഗതികേട് വരുത്തരുത്, പിരിവെടുത്തിട്ട് കുടുംബത്തെ പോറ്റേണ്ട അവസ്ഥ വരുത്തരുത്. ഇതല്ലേ നമ്മുടെ ദുആ? എങ്കിൽ അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുക, ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യം നീ ചെയ്താൽ മതി, നിനക്ക് ഞാൻ സർവ്വതും തരാം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ.
അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. പൈസ പിരിക്കേണ്ട, പിരിവിനൊന്നുമല്ല പേടിക്കണ്ട, പൈസ ഒന്നും അള്ളാഹ്ക്ക് വേണ്ട. അള്ളാഹുടെ ഇഷ്ടം പോലെ ഉണ്ട്. ഇത് പറയുമ്പോൾ ഇതിനെ പേടിക്കും ഉസ്താദെ പൈസ. അള്ളാഹ് പറയുകയാ, ഞാൻ പറയുന്ന ഒരു കാര്യം നീ ചെയ്താ നിനക്ക് മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരാം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ആര് തരും ഭക്ഷണം? ആര് തരും ഭക്ഷണം? ഉറക്കപ്പറ, ആര് തരും? നിനക്കും നിന്റെ പെണ്ണും പിള്ളയ്ക്കും മക്കൾക്കും മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരും. അള്ളാഹ് പറയുകയാ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹ് എങ്ങനെ പറ്റിക്കുവോ? അള്ളാഹ് പറ്റിക്കുവോ? പറ, പറ്റിക്കുവോ? നിനക്കെന്താ തിന്നാ? ഹലാലല്ലേ വേണ്ടേ? ഹലാലായ ഭക്ഷണമല്ലേ വേണ്ടേ? മരിക്കുന്ന കാലം വരെ ആര് തരും? പറ, ആര് തരും? അള്ളാഹ് തരും. അള്ളാഹ് പറയാ, ഞാൻ തരാം തിന്നാനുള്ളത്. നീ എന്തിനാ പേടിക്കണേ? നീ എനിക്ക് പൈസ ഒന്നും തരണ്ട, നീ കഷ്ടപ്പെടണ്ട, നീ ഉറക്ക വഴിയണ്ട. നിനക്കും നിന്റെ ഭാര്യയ്ക്കും മക്കൾക്കും മരിക്കണ കാലം വരെ തിന്നാനുള്ളത് ഞാൻ തരും. എന്ത് ചെയ്താൽ മതി? ഒറ്റ കാര്യം ചെയ്താൽ മതി. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്യുവോ? ചെയ്യുവോ? ഉറക്കപ്പറ, ഉറക്ക പറഞ്ഞേ. ഇൻഷാ അല്ലാഹ്ക്കൊന്നും വലിയ പവറൊന്നും ഇല്ല. കാരണം എന്തെന്നറിയോ? ഓ, എത്ര വയത് കേട്ടതാ ഉസ്താദേ, എത്രയോ വയത് കേട്ടതാ. വാപ്പാക്ക് എങ്ങനെ വിചാരിക്കുക, പടച്ചവനെ ഇനി എത്ര ഓണം തിന്നാൻ കിടക്കുന്ന ഉസ്താദേ അല്ലേ? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. മരിക്കുവോ? മരിച്ചു പോകുമെന്ന് വിശ്വാസമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്ക്. വാപ്പ നീ പൊക്കിയാലും പൊക്കിയില്ലെങ്കിലും നിന്നെ അസ്റായിൽ പൊക്കും, അത് വേറെ. വാപ്പ പൊക്കാതിരിക്കുക. വാപ്പായ അസ്റായിൽ പ്രസിഡന്റ് പോയതുപോലെ നീ ഒരു ദിവസം പോകും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇവിടെ പലർക്കും എന്തെന്നറിയോ, ഇപ്പോഴെങ്ങും മരിക്കില്ല എന്നുള്ളൊരു ചിന്തയാണ്. എനിക്ക് രോഗമൊന്നുമില്ലല്ലോ, ക്യാൻസർ ഇല്ല, ട്യൂമറില്ല, മാരക രോഗമില്ല, പിന്നെ ഞാൻ എന്തിനാ മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്? എനിക്കിപ്പോഴെങ്ങും മരണമൊന്നും ഇവിടെ മരണത്തിന് വല്ല അടയാളമുണ്ടോ? വെടി കൊണ്ടതുപോലെ ഇരിക്കണം നോക്കിയേ. മരണത്തിന് വല്ല അടയാളം ഉണ്ടോ? ഉണ്ട്, ഞാൻ പറഞ്ഞു തരാം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നീ മേലാ പറഞ്ഞേക്കരുത് പെട്ടെന്ന് മരിച്ചു, പെട്ടെന്ന് ഒറ്റ ഒരുത്തനും പറഞ്ഞേക്കരുത്. പെട്ടെന്ന് മരിച്ചു എന്ന് പറയരുത്. മരണത്തിന് 3 അടയാളം ഞാൻ പറഞ്ഞു തരാം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കെ പറ, പറഞ്ഞു തരട്ടെ. ഇത് പറഞ്ഞു കഴിയുമ്പോഴും നിൻ്റെ ഈ ചിരി മുഖത്ത് കാണണം. ഇപ്പം ചിരിച്ച ഈ ചിരിയുണ്ടല്ലോ, ഈ അടയാളം കേട്ട് കഴിയുമ്പോഴും കാണണം. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. മരണത്തിൻ്റെ അടയാളം പറഞ്ഞു തരട്ടെ. നേരെ ഇരുന്നോ വാപ്പാ, നാളെ പള്ളിക്കുഴിയിലായിരിക്കും. നാളെ ചിലപ്പം കബറും കാട്ടി കിടന്ന് വയല് കേൾക്കേണ്ടി വരും. എനിക്കറിയാം, നിങ്ങളുടെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ അറിയാം. സമയമായവർ സ്റ്റേജിൽ ഇരിപ്പുണ്ട്, താഴെ ഇരിപ്പുണ്ട്. ഇപ്പം ചിരി തീർത്ത് തരാൻ കൊലച്ചിരിയാകും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. കസേര നേരെ ഇരുന്നു, അറ്റാക്ക് വന്ന് മരിച്ചു പോരുത്. കഫൻ തുണിയൊക്കെ ഇന്ന് രാത്രി നാളെ രാവിലെ പോയി മേടിച്ചോ. ഇവിടെ എങ്ങനെ കബറ് കുഴിച്ചിടുവോ സെക്രട്ടറി? കുഴിച്ച് അന്ന് ഇതിപ്പോൾ നേരത്തെ കുഴിക്കേണ്ട വരും. നാളെ തന്നെ അവൻ്റെ അളവിനനുസരിച്ച് കുഴിച്ചിട്ടോളി. ഏത് മണ്ണാണെങ്കിലും കുഴിച്ചിട്ടോ. അള്ളാഹു എല്ലാവർക്കും നല്ല മരണം തരുമാറാകട്ടെ. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. പറഞ്ഞു തരട്ടെ, ഈ തലയിലെയോ താടിയിലെയോ ഒരു രോമമെങ്കിലും നരച്ചിട്ടുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. അരക്കൈ പൊക്കാനല്ലോ, പൊക്കാനാ പറഞ്ഞേ. താടിയിലെയോ തലയിലെയോ ഒരു രോമം നരച്ചിട്ടുണ്ടോ? ഉണ്ടോ? നീ കഫൻ തുണി വാങ്ങിയിട്ട് റെഡിയായിക്കോ. നിന്റെ മരണത്തിൻ്റെ 1ാമത്തെ അടയാളമാ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. മുടി നരയ്ക്കുന്നത് എന്തിൻ്റെ അടയാളമാ? എന്തിൻ്റെ അടയാളമാ? പ്രായമായതിൻ്റെ അടയാളമല്ല. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് സിറാജ് കോമഡി പറഞ്ഞതല്ല വാപ്പാ. നബി തങ്ങളുടെ റൗള ശരീഫിന്റെ അകത്ത് കിടക്കുന്ന സ്വഹാബിയാണ് ഉമർ തങ്ങള്. ആ ഉമർ തങ്ങള് ഒരാളെ ശമ്പളം കൊടുത്ത് നിർത്തിയിരിക്കുകയാ. എന്തിനാ നിർത്തിയതെന്നറിയോ? ഉമറേ നീ മരിക്കും, ഉമറേ നീ മരിക്കുമെന്ന് പറയാൻ. ഒരാളുടെ ജോലി എന്താ? ഉമറിൻ്റെ അടുക്ക പോയിട്ട് പറയും, ഉമറേ നീ മരിക്കും കേട്ടോ, നീ മരിക്കും കേട്ടോ എന്ന് പറയാൻ ജോലിക്ക് നിർത്തിയ ആളെ ഒരു ദിവസം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തെ പിരിച്ചുവിട്ടു. അപ്പം ചങ്ങാതി വെച്ച്, എന്ത് തെറ്റ് ചെയ്തിട്ട് എന്നെ പിരിച്ചുവിടണേ? എന്ത് തെറ്റ് ചെയ്തിട്ട് എന്നെ പിരിച്ചുവിടണേ? ഉമർ നിങ്ങൾ പറഞ്ഞു, നിൻ്റെ ജോലി എന്തായിരുന്നു? മരണത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തൽ. ഇനി ആവശ്യമില്ല. ഉമർ തങ്ങൾ പറയാ, ഇനി ഉമർ മരിക്കുമെന്ന് പറഞ്ഞു തരാൻ ആള് വേണ്ട. അടയാളം വന്നു. എൻ്റെ താടിയിലെ ഒരു രോമം നരച്ചു. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്
ഒരു രോമം നരച്ചിട്ടുണ്ടെങ്കിൽ തന്നെ സമയമായി. വാപ്പ വീട്ടിൽ ചെന്നിട്ട് കറുത്തത് വല്ലതും ഉണ്ടോ എന്ന് നോക്ക്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. 60 നരച്ചു കഴിഞ്ഞു. 60 നരച്ചു. പെയിൻ്റ് അടിച്ചാലും വടിച്ചു കളഞ്ഞാലും പിഴുത് കളഞ്ഞാലും അടയാളം തന്നെയാ വാപ്പ. നിന്റെ സമയം അടുത്തു, നന്നാക്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എല്ലാവരും ഉണ്ട്. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എല്ലാം സീറ്റ് ഉറപ്പിച്ചു കഴിഞ്ഞു. ഇവരൊക്കെ ഉറപ്പിച്ചു, നിങ്ങൾ ഉറപ്പിച്ചു. അൽഹംദുലില്ലാഹ്. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. ബാക്കി 2 കൂടെ വേണോ? ഉള്ള സമാധാനം പോവും. എന്തിനാ വെറുതെ ഈ ചെറുപ്പക്കാരൊക്കെ ജീവിക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. ഇനിയിപ്പോൾ എന്തിനാ ഉസ്താദ് നേരപ്പം ചിന്തിച്ചാലോ. അള്ളാഹു ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറയുകയാ, ഒരു നന്മ ചെയ്യും. അള്ളാഹു പറയുകയാണ്, ഒരേ ഒരു നന്മ ചെയ്താൽ നിനക്കും മരിക്കുന്ന കാലം വരെ ഞാൻ ഭക്ഷണം തരാ. നിന്റെ ആഗ്രഹമല്ലേ ഉസ്താദ്? പിരിവെടുക്കരുത് ഉസ്താദ്, ഹലാലായ ഭക്ഷണം കഴിക്കണം ഉസ്താദ്, ഒരാളുടെ മുമ്പിലും കൈനീട്ടരുത്, ഇതല്ലേ നിന്റെ ആഗ്രഹം? എങ്കിലും മരിക്കുന്ന കാലം വരെ നിനക്ക് ഹലാലായ ഭക്ഷണം അല്ലാഹു തരും. 2, ഈമാനുള്ള ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷം എന്താ? ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ അസ്റായിലിനെ കണ്ടുമുട്ടുമ്പോ, തൊണ്ടക്കുടിയിലേക്ക് റൂഹ് കടന്നു വരുമ്പോ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ശഹാദത്ത് കലിമ പറഞ്ഞു മരിക്കണമെന്നാണല്ലോ അല്ല പറഞ്ഞത്. അങ്ങനെ മരിക്കണമെന്നാണ്. എവിടെയെങ്കിലും കിടന്ന് ചത്തുപോയിട്ട് കാര്യമില്ല ബാപ്പാ. എങ്ങനെയാണ് മരിക്കേണ്ടത്? യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നീ മുസ്ലിമായിട്ടേ മരിക്കാവൂ, നീ ഈമാനോടുകൂടിയേ മരിക്കാവൂ, നീ ശഹാദത്ത് കലിമ പറഞ്ഞിട്ടേ മരിക്കാവൂ. നബി തങ്ങൾ അതുകൊണ്ടാണ് പാതിരാത്രി സുജൂദിൽ കിടന്നിട്ട് നബി തങ്ങൾ കരയുകയാ. ആയിഷ ബീബി ഞെട്ടിയുണരുകയാണ്. ലോകത്തിന്റെ നേതാവിന്റെ കരച്ചിൽ കേട്ടിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് ചെന്ന് നോക്കുമ്പോ നബി തങ്ങൾ കരയുകയാ. പാതിരാത്രി സുജൂദിൽ കടന്നുകൊണ്ട് നബി തങ്ങൾ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ. സ്വർഗമല്ല ചോദിച്ചത്, നരകമോചനമല്ല ചോദിച്ചത്. നബി തങ്ങൾ അല്ലാഹുവോട് പറയുകയാ, യാ മുകല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മറിച്ച് കളയുന്ന അല്ലാഹ്, എൻ്റെ ഈമാൻ, എൻ്റെ ഹൃദയത്തെ ഈമാനിൽ ഉറപ്പിച്ച് നിർത്തണേ അല്ലാഹ്, ഈമാനുള്ള മരണം തരണേ അല്ലാഹ്. നബിതങ്ങൾ പോലും കരഞ്ഞടോ, നബിതങ്ങൾ പോലും ദുആ ചെയ്തതോ. അതുകൊണ്ട് വഅദ കേൾക്കാമെന്നവരെ, മുസ്ലിമായി മരിക്കണോ? ഈമാനുള്ള മരണം വേണോ? ഞാൻ തരാമെന്ന് അല്ല പറയുകയാണ്. പണം വേണ്ട, നിങ്ങളാരും എനിക്ക് പണം തരണ്ട, കഷ്ടപ്പെടണ്ട, ഉറക്ക പൊഴിയണ്ട. ഒരേ ഒരു നന്മ ചെയ്താ നിനക്ക് കഴിക്കാൻ ഭക്ഷണവും തരാ, ഈമാനുള്ള ഒരു മരണവും അല്ലാഹു തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ല പറയാ, മരിക്കുന്ന കാലം വരെ കഴിക്കാനുള്ള ഭക്ഷണവും ഞാൻ തരും. ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ഈമാനുള്ള ഒരു മരണവും ഞാൻ നിനക്ക് തരാം. ഒറ്റ കാര്യം ചെയ്താൽ മതി. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒരു 3 സ്വലാത്ത് സ്വല്ലല്ലാഹു അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒരൊറ്റ കാര്യം പറഞ്ഞുകൊണ്ട് നമുക്ക് പിരിയാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പക്ഷെ അതിരിക്കുമല്ലേ? സമയം എന്താ ഇപ്പോൾ? 10:30 10:15 10:20 ഇൻഷാ അല്ലാ. ഒരു 15 മിനിറ്റ് കൂടി ഇരിക്കല്ലേ? നിങ്ങൾ പറയിരിക്കല്ലേ? ബോറടിക്കണണ്ട? പറയണമെന്ന് ആഗ്രഹമുള്ളവരെന്ന് കൈപൊക്കിക്കേ. അൽഹംദുലില്ലാഹ്. അല്ലാഹ് ബക്കറ്റ് പൈസ ഒന്നും ഇല്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ട്, പിരിവില്ലാത്തതുകൊണ്ട്. നിസ്കരിക്കുമ്പോൾ പോലും തൻ്റെ പുറകിൽ നിൽക്കുന്നവരെ പ്രയാസപ്പെടുത്തരുത്. നിസ്കരിക്കുന്ന സമയത്ത് ഉസ്താദന്മാർ ചെറിയ സൂറത്ത് ഓതിയിട്ട് നിസ്കരിക്കണം.
എന്തുകൊണ്ട് ഉസ്താദിൻ്റെ പുറകിൽ രോഗമുള്ളവർ നിൽക്കുന്നുണ്ട്, യാത്രക്കാർ നിൽക്കുന്നുണ്ട്, അത്യാവശ്യത്തിന് പോകേണ്ടവർ നിൽക്കുന്നുണ്ട്. ഉസ്താദ് നിന്നിട്ട് വലിയ സൂറത്ത് ഓതിയ ഈ പുറകിൽ നിൽക്കേണ്ട ചങ്ങാതി വിചാരിക്കുക എന്താ അല്ല ഹത്ത ഓതുന്ന ഉടച്ചന് ഒന്നില്ലേ. നിസ്കരിക്കുമ്പോൾ പോലും തൻ്റെ പുറകിൽ നിൽക്കുന്നവരെ പ്രയാസപ്പെടുത്തരുത് എന്ന് നബിഗിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം പിന്നെ വയല് പറയുമ്പോൾ പ്രയാസപ്പെടുത്താൻ പാടുണ്ടോ? ഇല്ല. ഇൻഷാ അല്ലാഹ് എനിക്ക് ഏതെങ്കിലും കിട്ടുന്ന വണ്ടി കയറി നാട്ടിൽ പോകണം, അതുകൊണ്ടാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ നിർത്തിയേക്കും. 10:45 നമുക്ക് പിരിയണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. വാതിലിൽ നിൽക്കണ ചങ്ങായിമാരെ കയറിയിരിക്കടാ, എത്ര കാലം നിൽക്കിപ്പോൾ. സീറ്റ് കസേര ഉണ്ടെന്ന് പൊക്കി കൊടുത്തേ, കസേര ഒന്ന് പൊക്കിക്കാൻ 4-5 മക്കളൊന്നും ഇരിക്കട്ടെ. എല്ലാവരും ഒന്ന് ഇരുന്നാൽ അൽഹംദുലില്ലാ റാഹത്ത്. കയറി കയ്യും കെട്ടിയോ നിൽക്കണ്ടപ്പാ, ആ തൊപ്പിയിട്ട് എങ്ങാതി കയറി വാ കാക്ക ഇങ്ങോട്ട് കയറിയിരി. മുടിയൊക്കെ നരച്ച് നാളെ എന്തായാലും പോവാ, കയറി ഇരുന്നിട്ട് പോയി, ഇന്നും കൂടെ കാണും. നാളെ ചിലപ്പോൾ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ആ വാ മോനെ, അവർക്ക് ഫ്രണ്ടി കസേര ഉണ്ടടാ, നീ 1-ാം സഫി വന്നിരിക്കുക. ആ അൽഹംദുലില്ലാ. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. പിള്ളാന്മാരെ എന്തിനൊക്കെ പറയാൻ പേടിയാ, എല്ലാം കള്ളും കഞ്ചാവൊക്കെ അടിക്കും പടച്ചോനെ. ഇല്ലല്ലേ, സുബ്ഹാനല്ലാഹ്. 700 കോടി രൂപയാണ് 10 ദിവസം കൊണ്ട് വിറ്റ് തീർന്നത് കള്ള്. ഒന്നാലോചിക്ക്, 700 കോടി രൂപ. ഏറ്റവും കൂടുതൽ കള്ള് വിറ്റത് എവിടാന്നറിയാവോ? നമ്മുടെയൊക്കെ അഭിമാനത്തോടു കൂടി മലപ്പുറം ജില്ലയെന്ന് പറയില്ലേ? മലപ്പുറം ജില്ലയിലെ തിരൂരില. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇവിടെ കള്ളുകൂടിയൊക്കെ ഉണ്ടോ? ഉണ്ടോ? ഇപ്പം കള്ളുകൂടിയൊന്നും ഇല്ലെന്നേ, കഞ്ചാവ് അടിക്കുന്നേ. കള്ളാർക്ക് വേണം? കഞ്ചാവിൻ്റെ കാലം. സുബ്ഹാനല്ലാഹ്, അള്ളാഹു കാക്കുമാറാകട്ടെ. ആമീൻ പറ. ഞാൻ ഇന്ന് വണ്ടിയിൽ വരുമ്പോൾ എക്സൈസിലെ ഒരു ഉദ്യോഗസ്ഥൻ, ഞാൻ നേരിട്ട് കഞ്ചാവിൻ്റെ ചെടി കാണുന്നത്. ഞാൻ ഇന്നൊരു കഞ്ചാവിൻ്റെ ചെന്നു കണ്ണവത്തേക്ക് ആ കുട്ടിയുടെ ഖബർ കാണാൻ പോകുമ്പോൾ എക്സൈസിലെ ഉദ്യോഗസ്ഥൻ കുറേ പോലീസുകാരൊക്കെ നിൽക്കി നോക്കുമ്പോൾ ഒരു ചെടി കൈ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി സാധനം ഇതാണ്. അല്ലാഹു അഅലം. പടച്ചോൻ നമ്മുടെ ഉമ്മത്തിനെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറയടോ. അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഒറ്റ കാര്യം അള്ളാഹു പറയുകയാണ്, ഞാൻ പറയുന്ന ഒരു നന്മ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമോ? ഏതാണ് ആ നന്മയെന്നറിയുമോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുകുക വൽ ആഖിബത്തു ലിത്തഖ്വാ. അല്ലാഹു പറയുകയാ, ഞാൻ പറയുന്ന ഒറ്റ നന്മ നിങ്ങൾ ചെയ്യണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പ്രതിഫലം എന്തൊക്കെ? എന്താ പ്രതിഫലം എന്തൊക്കെയാ? മരിക്കുന്ന കാലം വരെ ഭക്ഷണം ആര് തരും? നിങ്ങളുടെ നാഭ കൊണ്ട് ഉറക്കെ പറ, കേൾക്കട്ടെ, പറ. രണ്ടാമത്തെ പ്രതിഫലം എന്താ? ഈമാനോടുകൂടിയുള്ളൊരു മരണം അള്ളാഹു നൽകുമാറാകട്ടെ. അള്ളാഹ് പറഞ്ഞെന്തെന്നറിയോ? 5 നേരം ഈ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ നീയും നിൻ്റെ ഭാര്യയും മക്കളും നിസ്കരിച്ചാൽ മതി. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്ത് ചെയ്താൽ മതി? ഉറക്കപ്പറ. നിസ്കരിക്കാറുണ്ടോ? നിസ്കരിക്കാറുണ്ടോ? ഉണ്ട് ഉസ്താദേ. നിങ്ങളൊക്കെ നിസ്കരിക്കും. നിങ്ങളെല്ലാവരും നിസ്കരിക്കും. ഇല്ലെന്ന് ഞാൻ പറയൂല. നമ്മളെല്ലാവരും നിസ്കരിക്കുന്നവരാ. സമയത്ത് നിസ്കരിക്കുമോ? അതില്ല. നമ്മളൊക്കെ നിസ്കരിക്കും. സമയത്ത് നിസ്കരിക്കുമോ? അതില്ല. നിനക്ക് തോന്നുമ്പോൾ ഒരു നിസ്കാരം അത്ര തന്നെ. 5 വഖത്ത് നിസ്കരിക്കുന്നവരാ ഞാനും നിങ്ങളും. പക്ഷെ സമയത്ത് നിസ്കരിക്കാറില്ല നമ്മൾ. നമ്മുടെ തിരക്കെല്ലാം കഴിഞ്ഞിട്ടില്ലേ? ഈ പെണ്ണുങ്ങളൊക്കെ എപ്പോഴാണ് നിസ്കരിക്കുക? ലോഹർ 12:30 ആകുമ്പോൾ മുഹദ്ദി ഇവിടെ കിടന്നുകൊണ്ട് വിളിക്കും, ഹയ്യാല സല ഹയ്യാല ഫല. ആമിനാത്ത മീൻ വെട്ടിക്കൊണ്ട് നിൽക്കും. ചോറ് വെക്കും, കറി വെക്കും, എല്ലാം കഴിഞ്ഞ് 2:45 3 മണിയാകുമ്പോൾ കുളിച്ചിട്ടൊരു പോക്കുണ്ട് ആമിന ലോഹർ നിസ്കരിക്കാൻ. പിന്നെന്തിനാ ഈ മനുഷ്യൻ 12:30 വിളിക്കണേ? നിനക്കൊക്കെ തോന്നുന്ന സമയത്ത് നിസ്കരിക്കാനാണെങ്കിൽ ഇന്ന സലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബം മൗഖൂതാ. അല്ലാഹ് വെച്ചിട്ടുണ്ട് സമയം, അപ്പോൾ പോയി നിസ്കരിക്കണം. അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്ന സമയത്ത് നിസ്കരിക്കണം. നിനക്ക് തോന്നുമ്പോൾ ഉണ്ടാക്കാനുള്ളതല്ല, നിനക്ക് തോന്നുമ്പോൾ പോയി നിസ്കരിക്കാനുള്ളതല്ല. അല്ലാഹ് നിശ്ചയിച്ചിരിക്കുന്ന സമയത്ത് നിസ്കരിക്കണം.
ഫവൈലുൽ ലിൽ മുസല്ലീൻ الذين هم عن صلاتهم ساهون الذين هم يراعون ويمنعون الماعون. വൈലെന്ന് പറയുന്ന നരകം അള്ളാഹ് നിനക്കൊക്കെയാ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ. നിസ്കരിക്കാത്തവനല്ല, നിസ്കാരത്തിൽ അലംഭാവം കാണിക്കുന്നവൻ, നിസ്കാരത്തിൽ അശ്രദ്ധ കാണിക്കുന്നവൻ, സമയത്ത് നിസ്കരിക്കാത്തവൻ, അവൻ ആ വൈലെന്ന് പറയുന്ന നരകമെന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ.